UK കുറ്റം പറയാതിരിക്കുക. പോയേ ഉച്ച പറഞ്ഞത് കറക്റ്റ് അല്ലേടാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്തുമാത്രം കുറ്റമാണ് UK പറ്റി പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ UK കുറ്റമൊന്നുമല്ല പറഞ്ഞു, നമ്മൾ അനുഭവിക്കുന്ന കാര്യമല്ലേ പറഞ്ഞേ. പൊന്നലയാ, നമ്മുടെ ഇവിടുത്തെ ദുരിതങ്ങൾ പറയുമ്പോഴത്തേന് സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് അത് പറഞ്ഞപ്പം ഒരു ഗോഡ് ബ്ലെസ് യു പോലും ഒന്ന് പറയുകയോ ഒന്ന് മൈൻഡ് ചെയ്യുകയോ ചെയ്യാത്തൊരു ഒരു മാമൻ എനിക്കുണ്ട് ഗൾഫിലാണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് ഭയങ്കര സ്നേഹവും ഭയങ്കര സത്യമായിട്ടും അവരവിടെ കിടന്ന് അനുഭവിക്കാനുള്ള സ്ട്രഗിൾ ചെയ്യാന്നല്ലോ അതിന് ആറ്റിറ്റ്യൂഡ്. അത് കേൾക്കുമ്പോൾ അവർക്കൊരു സമാധാനം, നമുക്കൊരു സുഖം. ഒരു നേരത്തെ മോര് കാച്ചിയ ഷൂ ഇട്ടുണ്ട്. എടാ നിന്റെ PR എന്തായി? PR-ന്റെ കാര്യങ്ങളൊക്കെ എന്തായി? PR ഞാൻ ഓസ്ട്രേലിയയിലും കാനഡയിലും അല്ലല്ലോ, UK അല്ലേ. UK PR. അപ്പൊ PR അല്ലേ നമ്മൾ ഇത്രയും കാലം പറഞ്ഞോണ്ടിരിക്കുന്നത്? PR എന്നൊരു ഒഫീഷ്യൽ ടേം പോലും ഇല്ലല്ലോ. UK എന്ന് പറയുമ്പോൾ അതിന് ILR നമ്മളെല്ലാവരും കയറി PR എന്നൊക്കെ പറയുന്നുള്ളൂ, അല്ലാണ്ട് PR ഒരു ഒഫീഷ്യൽ വേർഡോ ഒന്നും അല്ല. എടാ അപ്പം ഇനി മുതൽ PR അല്ല, കുറെ പൊട്ടന്മാരുണ്ട് ഇപ്പോഴും PR എന്ന് പറഞ്ഞു. PR ഒക്കെ പോട്ടടാ. കൊച്ചിന്റെ കാര്യം എന്തായി? ഇപ്പൊ 2027 ഡിസംബറിലേക്ക് അപ്പോയിന്റ്മെന്റ് ഇട്ടിട്ടുണ്ട്. അന്നൊക്കെ നമ്മളുണ്ടാവുമെന്ന് പറയുന്നില്ല. എടാ വേറൊരു കാര്യമുണ്ട്, NHS ഇത്രയും വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെങ്കിലും പിള്ളേരുടെ കാര്യത്തിൽ എന്തോ അല്ലടാ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നമുക്ക്. അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണല്ലോ അളിയാ. എടാ നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ്റെ കാര്യമൊക്കെ ഒരു 10-15 കിലോ ബാഗ്, അതിനകത്ത് എന്തെല്ലാം തരത്തിൽ ബുക്കും, പഠിക്കാനുള്ള പ്രഷർ, അവർക്ക് ഹോംവർക്ക്, കാണാൻ എന്തെല്ലാം ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ഇവിടുത്തെ ഒരു സിസ്റ്റം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡും കൊണ്ട് മാത്രം പോവും. പിന്നെ നമ്മുടെ നാട്ടിൽ കഞ്ഞിയും പയറും കഴിച്ച് വളർന്ന നമ്മളെ ഇവിടെ മെനു ആണ്, അവർക്ക് ചൂസ് ചെയ്യുന്നത് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. ശരിക്കും പറഞ്ഞാൽ തീറ്റയുടെ കാര്യം പറഞ്ഞപ്പോൾ ആലോചിച്ചത് 10ാം ക്ലാസ്സിലൊക്കെ എന്തോരം തീറ്റ തന്നത് അല്ലേ. എന്ത് തീറ്റയാടാ? സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. എൻ്റെ പൊന്നാളി അത് ജീവിതത്തിൽ എവിടെയെങ്കിലും നിനക്ക് അതിന് പ്രയോജനപ്പെട്ടിട്ടുണ്ട്? എന്തെങ്കിലും കാര്യത്തിൽ പറഞ്ഞു കുറേ A² + 2AB + B². പക്ഷേ ഇവിടെ ആണെങ്കിൽ പിള്ളേർക്ക് 10ാം ക്ലാസ്സിൽ ചൂസ് ചെയ്യാം ഏത് സബ്ജക്റ്റ് വേണമെന്ന്. ഇപ്പോൾ അവൻ്റെ അച്ഛനൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് എന്തുവാണ് അവളെടുത്ത് ആനുവൽ ഫാമിങ്ങോ പിന്നെ ഇത് കണക്കും ഇംഗ്ലീഷും മാത്രം മസ്റ്റാണ്. ബാക്കി അവർക്ക് ചൂസ് ചെയ്യാൻ ആർട്ടുള്ളവർക്ക് ആർട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ എന്ത് പ്രഷറാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്? നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പിള്ളേർക്ക് എന്ത് സ്പേസ് ഉണ്ട്, എന്തെങ്കിലും പ്രഷർ ഉണ്ടോ അവർക്ക്? അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സുരക്ഷിതത്വം. അത് അമേസിങ് ആണ്. അപ്പൊ നിനക്ക് UK പറ്റി നല്ലതും പറയാല്ലേ? അപ്പൊ നിന്റെ അമ്മാവൻ ഒരിക്കൽ കൂടി വിളിക്കും.